എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു. അത് കുറെ നാൾ ഇരുന്ന് വലിയ ബുദ്ധിമുട്ടായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. ക്യാൻസർ 4th സ്റ്റേജ് ആണെന്ന് എന്നോട് പറഞ്ഞത്. 4th സ്റ്റേജ് എന്ന് പറഞ്ഞ് മെഡിസിൻ തന്നു. പിന്നെ ഞാൻ രക്ഷപ്പെടുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത് മാഡം. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. എല്ലാവർക്കും ക്യാൻസറിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവരോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ഇവരിതെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും ക്യാൻസർ കാരണം ഇവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്നും കൂടാതെ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും നമുക്ക് ഇവരോട് ചോദിക്കാം. നമസ്കാരം മാഡം, പേരെന്താ? ശോഭാറാണി. എവിടെ നിന്നാ വരുന്നത്? ജയ്ബീരം. ഓക്കെ, എത്ര വയസ്സുണ്ട്? 40. ഓക്കെ, നിങ്ങളോട് എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഫസ്റ്റ് ടൈം അല്ലേ ക്യാൻസർ വരുന്നത്? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, എന്ത് ക്യാൻസർ ആയിരുന്നു? ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, എത്ര വർഷമായി തുടങ്ങിയിട്ട്? 1 വർഷമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ 1.5 മാസമായിട്ടാണ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയത്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ 4th സ്റ്റേജ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ, അലോപ്പതിയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് സ്കാനില് മൊത്തമായിട്ട് മാറില്ല, രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. പക്ഷേ 4th സ്റ്റേജിൽ പോലും ഇവിടെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് മാഡം ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ സംഭവിച്ചു മാഡം. ഓക്കെ, മാഡം വിഷമിക്കേണ്ട, ധൈര്യത്തോടെ ഇരുന്നോളൂ. ഇവിടെ ഒരുപാട് പേര് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. മാം കണ്ടില്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത്? ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. മാഡം ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റൂ. മാമിന് വന്ന ഈ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയത്? ബയോപ്സി ചെയ്തായിരുന്നു മാം. എനിക്ക് നെഞ്ചിൽ ഈ വശത്തായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൂടാതെ 4 months ആയിട്ട് ഫീഡിങ് പോലെ ഉണ്ടായിരുന്നു മാം. അവിടെ ഒരു 2.5 years ആയിട്ട് അവിടുന്ന് പാൽ വന്നുകൊണ്ടിരുന്നു. പൊതുവെ സ്ത്രീകൾക്ക് അവിടെ പാല് കട്ട പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാനും അത് വലിയ കാര്യമാക്കാതെ സാധാരണ പോലെ അങ്ങ് വിട്ടുകളഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പാല് കട്ട പിടിച്ചതല്ല, അത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, 4th സ്റ്റേജ് ആണെന്നൊക്കെ. മാഡത്തിന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? സ്കൂൾ ടീച്ചർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ക്യാൻസറിനെ പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു? എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല. എനിക്കാണ് ആദ്യമായിട്ട് വന്നത്. ഫാമിലിയിൽ വേറെ ആർക്കും ഇല്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുടുംബമാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനും സ്കൂൾ ടീച്ചറാണ്. സോ എഡ്യൂക്കേഷൻ നന്നായിട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും നല്ല ഫുഡ് ഹാബിറ്റാണ് പിന്തുടരുന്നത്. ജനറൽ ഹാബിറ്റ്സ് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസ് സാധാരണമാണെന്ന് കരുതി ഞാനതങ്ങ് വിട്ടുകളഞ്ഞു. കാര്യമായിട്ട് എടുത്തില്ല. ഈ വശത്തും വന്നു, പിന്നെ വേദന കൂടിയപ്പോൾ അത് പുറകിലേക്കും വന്നു. സ്കെലിറ്റലിനും കൂടി ബാധിച്ചിട്ടുണ്ടെന്നാണ് അവര് പിന്നെ പറഞ്ഞത്. അത് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചു. സാരമില്ല മാഡം, മരുന്ന് മേടിച്ച് കഴിച്ചോളൂ. മരുന്ന് കഴിച്ചതിന് ശേഷം നന്നായിട്ട് ഭേദാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം മാഡം. മാഡം ഓക്കെ അല്ലേ? ധൈര്യമായിട്ടിരുന്നോളൂ. താങ്ക് യു.